വോട്ടുകാലമായി ഉദ്ഘാടനങ്ങൾ പതിവുമായി. എത്രയെത്ര ഉദ്ഘാടനങ്ങൾ കണ്ടാലാണ് ഇപ്പോൾ ഒരു ദിവസം കഴിച്ചുകൂട്ടാനാവുക എന്ന് പറയാൻ കഴിയില്ല. മുമ്പ് പലവട്ടം ഉദ്ഘാടനം ചെയ്ത പലതും ദേ ഇപ്പോൾ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് നമ്മെ പറ്റിച്ചുകൊണ്ട് വീണ്ടും ഉദ്ഘാടിക്കുന്നവരും ഇക്കാലത്തുണ്ട്. അത്തരം ഉദ്ഘാടന വിശേഷത്തിലേക്കാണ് കട്ടപ്പനയിലെ രാഹുൽ വിജയൻ നമ്മെ കൊണ്ടുപോകുന്നത്. ഉദ്ഘാടനം ചെയ്തു തരാം, പക്ഷെ പൊതുജനങ്ങൾ ആരും ഇപ്പോൾ ആ പദ്ധതി പ്രയോജനപ്പെടുത്തരുത്. ഓരോരോ കീഴ്വഴക്കങ്ങളാകുമ്പോൾ അങ്ങനെയാണല്ലോ. കൃത്യസമയത്ത് ഉദ്ഘാടനം ചെയ്തു കൊടുത്തില്ലെങ്കിൽ പൊതുജനങ്ങൾ പിന്നെ എന്ത് വിചാരിക്കും? അങ്ങനെ പൊതുജനങ്ങൾക്ക് വേണ്ടി എന്ന പേരിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ട് പ്രയോജനപ്പെടാതെ കിടക്കുന്ന ഒരുപാട് പദ്ധതികൾ നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെ ചിലതിലൊന്നാണ് എനിക്ക് പിന്നിൽ കാണുന്ന കട്ടപ്പന നഗരസഭയുടെ ആരോഗ്യ കേന്ദ്രം. മാർച്ചിൽ വാഴവര നഗരാരോഗ്യ കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപനം. 5 വർഷത്തിനിപ്പുറം മറ്റൊരു തെരഞ്ഞെടുപ്പ് കാലമായതോടെ ഒക്ടോബർ 26 നിർമ്മാണ പൂർത്തീകരണത്തിന്റെ ഉദ്ഘാടനം. പക്ഷേ വയറിംഗ് ജോലികൾ പൂർത്തിയാക്കിയിട്ടില്ല. സൗജന്യ സേവനം ലഭിക്കുന്ന ആശുപത്രി പുതിയ കെട്ടിടത്തിലേക്ക് മാറാത്തത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. 2020 നവംബർ 1, 2025 നവംബർ 2. കൃത്യം 5 വർഷത്തെ ഇടവേള. ഒരു പദ്ധതിക്ക് 2 നിർമ്മാണ ഉദ്ഘാടനം. ഒരു ശിലാഫലകത്തിൽ നിർമ്മാണ ഉദ്ഘാടനം എന്നാണെങ്കിൽ മറ്റൊന്നിൽ പ്രവർത്തനാരംഭം എന്ന വ്യത്യാസം. ഇവിടെ പ്രവർത്തിച്ചിരുന്ന 6 കടമുറികളിലെ വ്യാപാരികളെ ഒഴിപ്പിച്ചാണ് 2020 നിർമ്മാണ ഉദ്ഘാടനം നടത്തിയത്. ഇത്തവണ ആ കടമുറികൾ പൊളിച്ചു നീക്കിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ 5 വർഷത്തിൽ ഒരു നിർമ്മാണ പ്രവൃത്തിയും ഇവിടെ നടന്നിട്ടില്ല. 2010 മുതൽ 4 ഉദ്ഘാടനങ്ങൾ നടന്നിട്ടുള്ള പാർക്കാണ് ഇത്. ഉദ്ഘാടനം ചെയ്യും, അടച്ചുപൂട്ടും. ഏറ്റവും ഒടുവിൽ ശുചിമുറികളും കുട്ടികൾക്കായുള്ള ഉപകരണങ്ങളും ഉൾപ്പെടെ തയ്യാറാക്കി മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം നടത്തി. എന്നാൽ പാർക്കിലേക്കുള്ള ശുദ്ധജല കണക്ഷൻ ഇല്ലാത്തതിനാൽ തുറന്നുകൊടുത്തിട്ടില്ല. കഴിഞ്ഞ മാസം 27-ാം തീയതി മന്ത്രി MP രാജേഷ് നെടുങ്കണ്ടത്തും മറ്റൊരു ഉദ്ഘാടനം കൂടി നടത്തിയിരുന്നു. അതാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ട അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയ ക്രിമറ്റേറിയം. പക്ഷേ അതും പ്രവർത്തന സജ്ജമല്ല. അതുകൊണ്ട് തന്നെ ഈ ഉദ്ഘാടനങ്ങളൊക്കെ കാണുന്ന പൊതുജനം ചോദിക്കുന്നത് പറ്റിക്കലാണല്ലേ ഇതെല്ലാം എന്നാണ്. രാഹുൽ വിജയൻ, 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.